ഇന്നത്തെ ഭ്രാന്തന്റെ വട്ടമേശയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബ്രഹ്മാണ്ഡ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ജിതിൻ ചേട്ടനും ജ്യോതിഷയും പിന്നെ എൻ്റെ നിഖിൽ. അപ്പോൾ എം സി യു എന്ന പോലെ എല്ലാവർക്കും എം സി യു എല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതുപോലെ നമുക്കൊരു യൂണിവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൽക്കി യൂണിവേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യൻ സിനിമയിലെ യൂണിവേഴ്സുകളുടെ സംസ്ഥാന സമ്മേളനമാണ്. യെസ്. അപ്പം ഇതിൽ മൾട്ടി സ്റ്റാർ എന്ന് പറഞ്ഞാൽ അങ്ങ് കേട്ടക്ക് അങ്ങോട്ട് എത്ര പേരെ വേണം. മലയാള സിനിമയിൽ നിന്നുണ്ട്, തമിഴിൽ നിന്നുണ്ട്, ഹിന്ദിയിൽ നിന്നുണ്ട്, അല്ലേ, ബംഗാളിൽ നിന്നുണ്ട്. യെസ്, എല്ലായിടത്തുനിന്നുള്ള ഒരു നല്ല ആക്ടേഴ്സിനെ ഉണ്ട്. ജോയിൻ വലുതായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒരു 2020 പോലത്തെ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ അപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഓരോ സയൻസ് ഫിക്ഷൻ വെച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം മലയാളത്തിൽ ഞാൻ ചെറുപ്പത്തിലേ കണ്ടത് അതിശയനാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വേറെ സയൻസ് ഫിക്ഷൻ വല്ലതും ഒക്കെ ഉണ്ടല്ലോ. നയനുണ്ട്. യെസ്, പൃഥ്വിരാജ് ചെയ്ത പടം. പക്ഷെ സിനിമകളുണ്ട് വലുതും ചെറുതായിട്ട് പറയുന്നത്. ഇപ്പൊ ഭരതൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ട്, ബിജു മേനോന്റെ ഒക്കെ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതൻ എഫക്ട് സയൻസ് ഫിക്ഷന്റെ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമകളാണ്. അതായത് വലുതും ചെറുതായിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിലും വേറെ ലാംഗ്വേജിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സ്ട്രെച്ചിൽ നമുക്ക് പുതിയതായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കൽക്കി 2898 AD എന്നുള്ളത്. അപ്പോൾ നമ്മൾ 3 പേര് ആ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആ സിനിമയെ കുറിച്ച് ആദ്യം നീ തന്നെ പറയണം. നിഖിൽ പറയൂ. ഈ നിഖിൽ നമ്മുടെ ക്യാമറാമാനാണ്. സാധാരണഗതിയിൽ ക്യാമറയുടെ പുറകെ നിൽക്കുന്നവനാണ്. ഇന്നത്തെ അവസരത്തിൽ പിടിച്ചിട്ടതാണ്. അങ്ങനെ കുറെ ഡയലോഗ് ഉണ്ട്, അത് തീർക്കണം. എന്താണ് അങ്ങനെ സയൻസ് ഫിക്ഷൻ ഇപ്പം ആ യൂണിവേഴ്സിലോട്ട് കുറേ സൂപ്പർ ഹീറോസ് വന്നിട്ടുണ്ട്. നമ്മുടെ കൽക്കിയിൽ കുറേ സൂപ്പർ ഹീറോസ് അതിനകത്തുണ്ട്. എനിക്കതിനകത്ത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള റിലീജിയസ് ഗോഡ്സിനെ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ അങ്ങനെ മഹാഭാരതത്തിലുണ്ടാകുന്ന കുറേ സൂപ്പർ ഹീറോസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെ അതിൻ്റെ ഒരു ഇതെനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ത്രൂ ഔട്ട് ഒരു സിനിമ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇത്ര ഒരു വലിയൊരു ബഡ്ജറ്റ് തന്നെയാണ്. ഈ ഒരു വിഷ്വൽ എഫക്ട്സ് വലിയ ഇതില്ലേലും പക്ഷെ അവർ റിസോഴ്സസ് വെച്ച് ഏകദേശം ഒരു നല്ലൊരു സാധനം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാച്ചബിളാണ്, തിയേറ്ററിൽ അത് വാച്ചബിൾ ആണെന്ന് തന്നെ പറയാം ആ പടം. കാരണം അതുപോലെ അത്യാവശ്യം എല്ലാം എല്ലാവരെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വന്ന ആക്ടേഴ്സിനെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് വന്ന നമ്മളെ സയൻസ് ഫിക്ഷൻ അല്ലാത്ത പടങ്ങൾ കുറേ ഇപ്പം അതൊരു ഇതായി വന്നിരിക്കുക, ഒരു ജോണറായിട്ട് വന്നിരിക്കുക. അതായത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടി ഇവർ എല്ലാവരെയും പിടിച്ച് ഓരോ കുറച്ച് മിക്സ്ചർ പോലെ എല്ലാ ആൾക്കാരെയും ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തും അങ്ങനെ എല്ലാം അമിതാഭ് ബച്ചൻ ആയിക്കോട്ടെ, ഇപ്പം കമൽഹാസൻ, അതിൻ്റെ കുറേ പേര്, ശോഭന, അപ്പം എല്ലാവരും അത്യാവശ്യം എല്ലാം കുറച്ച് ആയിട്ട് സ്പേസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സയൻസ് ഫിക്ഷൻ എന്ന രീതിയിൽ വരുമ്പോഴത്തേനും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ മുമ്പോട്ട് നമ്മളിങ്ങനത്തെ പടം എങ്ങനെ കാണണമെന്ന് ആൾക്കാരെ ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതൊരു വലിയൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു വാച്ചബിൾ പടം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പടം. എനിക്കിത് തിയേറ്റർ വാച്ചിനുള്ള സിനിമ തന്നെയാണ്. കാരണം ഇത്രയും വലിയ വിഷ്വൽ എഫക്ട്സും ഒക്കെ വെച്ച് നമ്മൾ തിയേറ്ററിൽ ഇത് കാണാണ്ട് ഫോണിൻ്റെ സ്ക്രീനിലല്ല ലാപ്ടോപ്പിലോ TV-യിലോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടില്ല. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി, അതിൻ്റെ ആ ഹിസ്റ്ററി പ്രോപ്പർ ലൈക്ക് മഹാഭാരത സ്റ്റോറി എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. പക്ഷെ ക്യാരക്ടേഴ്സ് മനസ്സിലാകും, അത്ര വലിയ കൺഫ്യൂഷൻസ് അറിയില്ല. അല്ല, ഇത് ഹിസ്റ്ററി അറിയാത്തവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അത് എടുത്തിട്ടുള്ളത്. മേക്കിംഗ് തന്നെയാണ് ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് തന്നെ സിനിമ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ നിഖിൽ പറഞ്ഞ പോലെ ആക്ടേഴ്സ് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും, മലയാളത്തിൽ നിന്ന് കുറച്ച് പേര്, തമിഴിൽ നിന്ന്, തെലുങ്കിൽ നിന്ന്, പിന്നെ ബംഗാളിൽ അങ്ങനെ കുറേ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കുറച്ച് ആക്ടേഴ്സിനെ കൊണ്ടുവച്ച് ചെറിയ റോളുകളാണെങ്കിൽ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദുൽഖർ, വിജയ് ദേവർകൊണ്ട, രാജമൗലി, ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ ചെറിയ റോളാണെങ്കിൽ പോലും പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് ഇട്ടിട്ട് തന്നെ ഒരു കൽക്കി യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സെക്കൻഡ് പാർട്ടിൽ ചിലപ്പം ഇവർക്ക് ഒരു എക്സ്റ്റൻഡ് റോൾ ഉണ്ടാകണമെന്നാണ് തോന്നുന്നത്. പിന്നെ മലയാളത്തിൽ നിന്നുള്ള ആക്ടേഴ്സിനെ പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അന്നാബനുണ്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറഞ്ഞോളൂ. പിന്നെ ശോഭനയുടെ ഒരു എൻട്രിക്ക് വേണ്ടി ആക്ച്വലി സിനിമ തുടങ്ങി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വന്നു കഴിഞ്ഞപ്പം ഭയങ്കര അടിപൊളി. ക്ലൈമാക്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തകർത്തു എന്ന് വേണം പറയാനായിട്ട്. മാളവിക ഉണ്ട്. മാളവികയും ചെറിയ റോളാണെങ്കിൽ പോലും ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉള്ളൊരു റോളാണ്. നമ്മൾ ആ ഫേസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് മറക്കില്ല.
പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് ഇപ്പം വിജയ് ദേവരകൊണ്ട പറഞ്ഞു, അതും ചെറിയ റോള് തന്നെയാണ്. ദിശ പട്ടാനി, മൃണാൾ തക്കൂർ, ഇവരുടെ എല്ലാവരുടെയും ഈ ഒരു പിന്നെ സിനിമയുടെ ആ ഒരു ലെവൽ മാറ്റിയത് ദീപികയുടെ ആ ഒരു എൻട്രി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ്. ഒരു ആദ്യത്തെ ഒരു പേസ് ഒരു സ്ലോ പേസിലല്ല, ഒരു ആവറേജ് പേസിൽ പോയിട്ട് ദീപികയുടെ എൻട്രി വന്നപ്പോഴത്തേക്കിന് കുറച്ച് ഹൈ ആയിട്ടുണ്ട്. പിന്നെ അമിതാഭ് ബച്ചനും കമൽഹാസനും ഇവരുടെ ഈ ഒരു കോംബോ തന്നെ വന്നപ്പോഴത്തേക്കിന്, ഇവരുടെ ഒരുമിച്ചുള്ള സീൻ ഉണ്ട് എന്നല്ല, പക്ഷെ ഇവരുടെ കോംബോ വന്നപ്പോഴത്തേക്ക് സിനിമയുടെ ലെവൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് വരുമ്പോൾ പറയാം. പറഞ്ഞു. അല്ല, എനിക്കിപ്പോൾ കൽക്കി എന്ന് പറഞ്ഞൊരു സിനിമ, കൽക്കി 2898 AD ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമയ്ക്ക് ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. കാരണം അതിൻ്റെ സിമ്പിൾ എല്ലാവർക്കും എനിക്കൊന്ന് പൊതുവെ എക്സ്പെക്റ്റേഷൻ കുറവായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മുന്നേ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, ഇപ്പോൾ ഒരു ബാഹുബലിക്ക് ശേഷം ഒരു പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് കുറേ സിനിമകൾ വരും. അവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതകളാണ് ഏതെങ്കിലും ഒരു കഥ എടുക്കും, എന്തെങ്കിലും ഒരു പുരാണ കഥ എടുക്കും, എന്തെങ്കിലും ഒരു പരിപാടി എടുക്കും. ഓക്കെ, മലയാളത്തിൽ നിന്ന് 2 മറ്റേ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെ തമിഴിൽ നിന്ന് 2 തെലുങ്കിൽ നിന്ന് 2 ഇതുകൊണ്ട് കൊണ്ടുവന്നിട്ട് വെക്കും. ഇതാണ് പരിപാടി. പക്ഷേ വരുന്ന ആക്ടേഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനോ പരിപാടികളൊന്നും വരാറില്ല. പിന്നെ ഈ വരുന്ന സിനിമകൾക്ക് പ്രോപ്പറായിട്ട് ഒരു സ്ക്രിപ്റ്റോ പരിപാടികളൊന്നും ചെയ്യത്തില്ല. കുറേ VFXന് കോടികൾ ചിലവാക്കി എന്ന് പറയും. എല്ലാ രീതിയിലും ഇത് ലാസ്റ്റ് വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ആ സിനിമ നിലം തൊടാതെ പോകും. അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലം തൊടാതെ സിനിമകൾ ഒരുപാട് നമുക്കുണ്ട്. അപ്പോൾ അതൊരു പോസ്റ്റ് ബാഹുബലി. അതിന് മുന്നേയും ഈ പറഞ്ഞ പോലെ മൾട്ടി ലാംഗ്വേജ് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ് ബാഹുബലിയാണ് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുറേ സിനിമകൾ വന്നത്. അപ്പോൾ ഈ പ്രഭാസിൻ്റെ ആണെങ്കിലും ഇടയ്ക്ക് ഇപ്പോൾ സലാർ അല്ലാണ്ട് വേറെ വന്ന കുറച്ച് സിനിമകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആ സിനിമകളൊന്നും അത്രയും വർക്കായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതേ ബഡ്ജറ്റിൽ വന്ന സിനിമകളൊക്കെ തന്നെയായിരുന്നു, വർക്കായിട്ടില്ലാത്തൊരവസ്ഥ വന്നു. പക്ഷേ കൽക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയേറ്റർ വാച്ച് വണ്ടർ എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ 3Dയിലല്ല കണ്ടത്. അപ്പോൾ 3D കാണുന്നവർക്ക് കുറച്ചും കൂടെ വർക്കാവും എന്നുള്ള ഒരു സംഭവമുണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ എനിക്ക് കാണാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലെങ്കിലും ഒരു പ്രതീക്ഷയുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരുന്നത് നാഗശ്വി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. പുള്ളിക്കാരൻ്റെ സിനിമയാണ് മഹാനടി. ഒരു പീരിയോഡിക്കൽ സിനിമ, ദുൽഖറിനെയും വിജയ് ദേവരകൊണ്ടയും സമന്തയും കീർത്തി സുരേഷിനൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ട് എടുത്തൊരു സിനിമയായിരുന്നു. ആ സിനിമ എല്ലാ രീതിയിലും ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മേക്കിംഗ് ക്വാളിറ്റി മാത്രമല്ല, ഈ മേക്കിങ്ങിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എഴുത്ത് എന്നുള്ളത്. അത് കൃത്യമായിട്ടുള്ളൊരു എഴുത്ത് ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. നല്ലൊരു സ്റ്റോറി, സ്ക്രീൻ പ്ലേ ഒക്കെ കൃത്യമായിട്ട് അതിനകത്ത് അവരത് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ പുള്ളിയുടെ ഒരു അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാരെ ബഡ്ജറ്റും അതേ സെയിം പ്രൊഡക്ഷൻ ഹൗസ് വൈജയന്തി നെറ്റ്വർക്ക്സ് അവർ തന്നെയാണ് പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് വന്നിരിക്കുന്നത്. 600 കോടി രൂപ ചിലവെടുത്ത ഒരു സിനിമയാണിത്. അതിനകത്ത് ഇത്രയും വലിയ എൻഎസബിൾ ക്യാസിന് വരുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഓക്കെ ലൈക്ക് ആ ആളുടെ പ്രതീക്ഷയുണ്ട്. പക്ഷേ ലൈക്ക് കംപ്ലീറ്റ്ലി ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടൊന്നും അല്ല പോയത്. പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷന് വെച്ചിട്ട് പോയാലും അതിനെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള സിനിമ കിട്ടണം. ഒന്ന്, ഇതിന് വൃത്തിയുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി എൻ്റെ കൽക്കിയുടെ വേൾഡ് ഓഫ് കൽക്കി പറയുന്ന പോലെ തന്നെ 3 വേൾഡ് ഉണ്ട് അതിനകത്ത്. ആ 3 വേൾഡ്, കാശി, ശംബാല, അതേപോലെ തന്നെ കോംപ്ലക്സ്, ഈ 3 വേൾഡും എന്താണ്, അവിടത്തേക്ക് ആ 3 വേൾഡ് ഉണ്ടാകുന്നതിന് മുന്നേ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഡ്രോപ്പ് കാണിച്ചു പോകുന്നുണ്ട്. അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം ചെന്ന് വന്നിട്ട് ഈ 3 വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനകത്തേക്ക് പ്രഭാസിൻ്റെ ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറും എല്ലാവരുടെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്ന് ഒരു ഫസ്റ്റ് ഹാഫ് ഏകദേശം ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് പയ്യെ കൂട്ടി കൊണ്ടുവരുന്നത്. സെക്കൻഡ് ഹാഫ് എല്ലാത്തിനും മറ്റേ പൂരടി എന്നൊക്കെ പറയുന്ന പോലെ ഓടി നിർത്തുന്ന മറ്റേ കലാശക്കൊട്ട് ഭയങ്കര ഹാപ്പനിങ് ആണ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൻ്റെ ഡബിൾ ട്രിപ്പിൾ ഒക്കെയാണ്. ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ നമുക്ക് എത്ര ഉണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള സിനിമയാണ്. നല്ല സ്കോറായിട്ട് എനിക്ക് വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ബേസിക്കായിട്ട് പറയേണ്ടത് നല്ല വൃത്തിയുള്ളൊരു മേക്കിംഗ്. കൊടുത്തിരിക്കുന്ന കോടികൾ വെറുതെ പൊട്ടിച്ചളയല്ല, കൃത്യമായിട്ടുള്ള VFX. കാരണം അങ്ങനെ ഒരു വേൾഡ് ഫുള്ള് ഗ്രീൻ മാറ്റിലും ബ്ലൂ മാറ്റിലൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാകുന്നത്. അത് ഫുള്ള് ആ കൃത്യമായിട്ടുള്ള CG വർക്ക്സ്, നീറ്റ് CG വർക്ക്, നീറ്റ് വിഷ്വൽസ്, നീറ്റ് എഡിറ്റിംഗ് കോട്ട റാവു പുള്ളിയാണ്, എക്സ്പീരിയൻസ്ഡ് എഡിറ്ററാണ്. ക്യാമറ ചെയ്തിരിക്കുന്ന നമുക്ക് വിക്കി നോക്കിയിട്ട് ആളുടെ പേര് കൊണ്ട് ഒരു ഫോറിനർ ആണെന്നാണ് വിശ്വാസം. മഹാനടിയൊക്കെ പുള്ളിയാണ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു ക്രൂവിനെ കൊണ്ടുവന്നിട്ട് സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്സ്, അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം വർക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പെർഫോമൻസ്, നേരത്തെ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെ ഓരോ ലാംഗ്വേജിൽ നിന്ന് എടുത്ത് മറ്റേ പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒരു ചേരുവയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിക്ക് ചെയ്യുന്ന പോലെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇടുക എന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൃത്യമായിട്ട് വരുന്നവർക്കെല്ലാം സ്പേസ് ഉണ്ട്. ഒരൊറ്റ സീനിൽ വരുന്ന, ഇപ്പോൾ ആദ്യത്തെ വരുന്ന മാളവികയുടെ ഉൾപ്പെടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കൃത്യമായിട്ടുള്ള സ്പേസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് മലയാളികളുടെ കാര്യം തന്നെ പറയാം, ശോഭന. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പോലെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഉർവശിയെ പോലെ ഒരു ആക്ട്രസിന് ഉള്ളൊഴുക്കിൽ ആൾക്കാർ കാണുമ്പോൾ കൈയടിക്കുന്ന പോലെ തന്നെ ശോഭനയ്ക്ക് ഇവിടെ കൈയടി ഉണ്ടായിരുന്നു. നമ്മളിതുവരെ തിയേറ്ററിൽ കൈയടി ഉണ്ടായിരുന്നു. നല്ലൊരു കിടിലം ഒരു പവർഫുൾ പെർഫോമൻസ് ആണ് ശോഭനയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നത്. പിന്നെ
അന്നാബൻ ആക്ച്വലി ഈ സിനിമയിൽ ഒരു സ്ക്രീൻ ടൈം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നേരമൊന്നുമില്ല. തുടക്കത്തിലാണെങ്കിൽ പിന്നെ ഒരു സ്പേസ് കഴിഞ്ഞ് കുറച്ച് നേരം അടുപ്പിച്ചുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. ഒരു സ്വാഗ് ഒക്കെ ഉണ്ട് പുള്ളിക്കാരിയുടെ ഒരു പെർഫോമൻസിൽ, ഒരു സ്വാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഫൈറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് നല്ല ഗംഭീര ഫൈറ്റാണ് ആൾ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് രസമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മുടെ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുമല്ലോ ചില ഈ ലൈക്ക് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഫൈറ്റ് ഇതൊക്കെ വരുമ്പോൾ ഉള്ള ഒരു സ്വാഗ് ഉണ്ടാവുമല്ലോ. അത് ഭയങ്കരമായിട്ട് അന്നാബൻ യൂസ് ചെയ്യും. അന്നാബൻ ആക്ച്വലി ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഫൈറ്റ് സീക്വൻസും ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പം നോർമലി ഇവിടെ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ അന്നാബൻ അടിപൊളിയാണ്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിലും കൂടെ അത്രയും നല്ല എഫോർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പശുപതിക്ക് നല്ലൊരു ക്യാരക്ടറുണ്ട്, ശാശ്വത ചാറ്റർജി എന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് ഷെയ്ഡാണ്, ആളത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മെയിനായിട്ട് പറയുന്നത് പ്രഭാസുണ്ട്. പ്രഭാസ് ഒരു ലീഡ് ഹീറോ എന്നുള്ള രീതിയിൽ ഈ സിനിമയെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ടു എൻഡ് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ പ്രഭാസിനേക്കാൾ എനിക്ക് തോന്നിയത് അമിതാഭ് ബച്ചൻ്റെ സിനിമയായിട്ടാണ് നിൽക്കുന്നത്. കാരണം അമിതാഭ് ബച്ചൻ്റെ ഒരു സ്വാഗാണ് അത്. പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആ ക്യാരക്ടറിന് പുള്ളിയെ പറ്റത്തുള്ളൂ. ആ ഒരു 8 അടി പൊക്കവും പരിപാടികളും അത് ഒരു സ്വാഗ് സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ കമലഹാസൻ വരുന്നത് വളരെ ഒരു നെക്സ്റ്റ് പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ കമലഹാസന് വേണ്ടി ഉള്ള സ്പേസിൽ അത് ഈ പറഞ്ഞ പോലെ അത്രയും ഒരു എന്താ പറയുക, ഇവരുടെ ഒരു ഏജിൽ ഒരു ലൈക്ക് എല്ലാവരും 65+ എല്ലാം 70s+ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അവർ. പക്ഷേ ഈ ഒരു ഏജിലും ക്യാരി ചെയ്യുന്ന ഈ ക്യാരക്ടേഴ്സ് വേണ്ട ഒരു സ്വാഗ് പെർഫോമൻസ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഈ സിനിമയിലുള്ളത് അമിതാഭ് ബച്ചൻ്റെ സൈഡിൽ നിന്നാണ്. പിന്നെ കമലഹാസൻ്റെ സൈഡിൽ നിന്ന് ഉള്ളതിലൊക്കെ വളരെ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്. പിന്നെ പ്രഭാസിന് ആക്ച്വലി കറക്റ്റായിട്ട് അത് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ടു ആക്ഷൻസ് ആണെങ്കിലും പിന്നെ പ്രഭാസിൻ്റെതായിട്ടുള്ള കുറച്ച് മാനറിസംസും പരിപാടികളും ആളുടെ ഫാൻസിന് റിബൽ സ്റ്റാർസ് ഫാൻ അവരെ ഓഡിയൻസിനെ സംതൃപ്തിപ്പെടുത്തുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒബിയസ്ലി 2-3 ക്യാമിയോ അപ്പിയറൻസസ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാളവിക ഒരു സീനിലുണ്ട്, പക്ഷെ അതൊരു ഇമ്പോർട്ടൻറ്റ് സീനാണ്. പിന്നെ DQൻ്റെ ഉണ്ട്. DQൻ്റെ ഒരു ലൈക്ക് 2 minutes താഴെ ഉള്ളൂ. പക്ഷെ ആ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എല്ലാ സിനിമയിലും മറ്റേ അടിച്ചു പിടിക്കുന്ന അങ്ങനത്തെ ക്യാരക്ടറുകൾ. പക്ഷേ ഈ ക്യാരക്ടറിന് ഈ പ്രഭാസിൻ്റെ ക്യാരക്ടറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതിനെ ഇവോൾവ് ചെയ്യിക്കുന്നതിൽ ഒരു പങ്കുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ക്യാരക്ടറിലും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ആ ഒരു പ്രഭാസിൻ്റെ ഒരു റോളിനെ ഡെവലപ്പ് ചെയ്യാൻ കൃത്യമായിട്ട് DQൻ്റെ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ. പിന്നെ വിജയ് ദേവരക്കൊണ്ട അതൊക്കെ ഇനി വരും പാർട്ടുകളിലൊക്കെ ആയിരിക്കും കൂടുതൽ അറിയാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് മെയിനായിട്ട് ആ ഒരു 2 ഏരിയയിലേക്ക് വരുന്നത് ഒന്ന് മൃണാൽ താക്കൂറും ലൈക്ക് കുറച്ച് സീനുകളിലേ ഉള്ളൂ. പക്ഷേ ഒരു 3-4 സീൻ മാക്സിമം. പക്ഷെ തുടക്കത്തിൽ തന്നെ ഒരു നല്ലൊരു പെർഫോമൻസ് ആണ്, നല്ലൊരു ഇമോഷണൽ. അങ്ങനെ മൃണാൽ നമ്മൾ അധികം കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ ദീപിക പദുക്കോൺ. സാധാരണ നമ്മൾ ദീപിക പദുക്കോണെ കുറേ നാളായിട്ട് കണ്ടു. ദീപിക പദുക്കോൺ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ആക്ഷൻ ചെയ്യാനായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ റൊമാൻസ് ചെയ്യാനായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് പെർഫോമൻസിനുള്ള നല്ല സ്കോപ്പ് ഉണ്ട്. അത് കൃത്യമായിട്ട് അതാ പറഞ്ഞത്. ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഒരു 1-1.5 കാസ്റ്റിംഗ് ആണ്. അത് ഒന്നും പറയാൻ പറ്റില്ല. ചെറിയ ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടെങ്കിൽ കുറേ ഉണ്ട്, പറയാൻ വേണ്ടി കുറേ ഉണ്ടാവും. പിന്നെ ഓവറോൾ ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും ഒരു ക്വാളിറ്റി വർക്കാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ കണ്ട സിനിമയാണ്, ഫോണിൽ കണ്ട അതൊക്കെ വർക്കാവില്ല. നെക്സ്റ്റ് ഒരു പാർട്ടിനുള്ളൊരു ലീഡൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെയാണ് ശരിക്കുള്ള കഥ നടക്കാൻ പോകുന്നത്. പിന്നെ മഹാഭാരതമൊക്കെ അറിയണം. മഹാഭാരതത്തിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സ്ക്രിപ്റ്റിങ്ങിൽ മഹാഭാരതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മിത്തെന്ന് പറയാൻ പറ്റൂല, ഒരു രചന തന്നെയാണ്. അതിനകത്തുള്ള നമ്മളെല്ലാം വിശ്വസിക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് അതിനെങ്ങനെ ഒരു സൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, ഒരു വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ള തന്നെ ഒരു നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വരുമ്പോൾ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് റിവീൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ CGയെ കുറിച്ചാണ് അടുത്തത്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഇതിൽ ഞാൻ പറയാം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ അധികം ഇങ്ങനത്തെ അതായത് VFX കൂടുതലും ബ്ലൂ മാറ്റ്സ് അല്ലെങ്കിൽ ഗ്രീൻ മാറ്റ്സ് ഷൂട്ട് ചെയ്ത പടങ്ങൾ കുറവാണ്. അത്ര എമൗണ്ട് ബഡ്ജറ്റ് ഒരു വലിയൊരു പടം പിടിക്കണേ തന്നെ ഇന്ത്യൻ സിനിമയിൽ അത്രയും ഗ്രീൻ മാറ്റ്, ഫുള്ള് ഗ്രീൻ മാറ്റിലും ഇത്ര മോഷൻ ക്യാപ്ചർ ഇട്ട ഷൂട്ടൊക്കെ ഇട്ട് ആക്ടേഴ്സ് അഭിനയിക്കുന്ന വളരെ ചുരുക്കമാണ്. അപ്പം ഇതെന്നാന്ന് വെച്ചാൽ ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു സയൻസ് ഫിക്ഷണൽ പടം എടുക്കുമ്പോഴത്തേനും ഇത് ഇട്ട് അഭിനയിക്കാൻ ഇച്ചിരി പാടാണ്. അതായത് ഒരു ഇല്ലാത്ത ഒരു സാധനത്തിനെ നമ്മൾ അതാണെന്ന് കരുതി നമ്മൾ അഭിനയിക്കുന്നതും ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴത്തേനും അതിന് ഇമോഷൻസ് കിട്ടുമല്ലോ. ഈ മോഷൻ ക്യാപ്ചറിന് അങ്ങനെ ഒരു സാധനമില്ല. ഇപ്പം അവതാർ പോലത്തെ അങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പം അങ്ങനെയാണ്. നോർമലി ഒരു ആക്ടർ ഒരു ഇല്ലാത്ത ഒരാളെ വെച്ചിട്ട് നിന്നാണ് അവർ അഭിനയിക്കുന്നത്. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇതുപോലത്തെ ഒക്കെ ഒരു പടങ്ങൾ ചെയ്യുമ്പോൾ ആക്ടേഴ്സിന് അതുമായിട്ട്
കോപ്പപ്പ് ചെയ്യാനുള്ള എല്ലാം എനിക്ക് തോന്നുന്നത് ഒരു എന്നാ പറയുന്നത് അതിനൊരു സോഴ്സസും ഇതെല്ലാം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു ഒരു നിയർലി 400 അല്ലെങ്കിൽ ഒരു 600. അപ്പം ഇതിൻ്റെ അവരവിടെ ചെയ്യുന്നത് 1000 ആണ്. ഇവിടെ ഇപ്പം വന്നതേ ഉള്ളൂ 600. എനിക്ക് തോന്നുന്നു 600 ഏതാ ഇതിന് മുമ്പ് വന്നിട്ടില്ല. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 1000 കോടി ബഡ്ജറ്റിലാണ് അവർ ഈ ഇൻഫിനിറ്റി വാർ അങ്ങനത്തെ അവഞ്ചേഴ്സ്, എൻഡ് ഗെയിം അങ്ങനത്തെ പടങ്ങൾ ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവാണ്. ഈ ഒരു കൽക്കി എന്ന് പറഞ്ഞ ഒരു സിനിമ സത്യം പറഞ്ഞാൽ പോസിറ്റീവായിരുന്നു. സത്യം പറഞ്ഞാൽ ജിതിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. എനിക്ക് ഈ ട്രെയിലർ കണ്ടിട്ടും എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പടം കണ്ടു ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വെച്ചല്ലാതെ കണ്ടുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യൻ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ട് മാറ്റി വെക്കാൻ പറ്റിയ പടം തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വരുമ്പോൾ അറിയാം എന്താണ് ഇതിൻ്റെ ബാക്കി ഉള്ള ഇതെന്ന് പറയാം. പിന്നെ സ്പെഷ്യൽ മെൻഷൻ അമിതാഭ് ബച്ചൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ഹീറോ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവർ എന്നാന്ന് വെച്ചാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തെലുങ്ക് ഇൻഡസ്ട്രിയാണ് ഓഫ് കോഴ്സ്. അപ്പം അവരെ മാക്സിമം അവരുടെ ആ ഒരു സൈഡിൽ നിന്നായിരിക്കും ഒരു ഇത് വരത്തുള്ളൂ, ഇൻപുട്ട് കൊടുക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു അത് പക്കായിട്ട് ഫീൽ ചെയ്തത്. അതായത് പ്രഭാസിനെ അവസാനം കൊണ്ടുപോയിട്ട് ഹീറോയ്ക്കാക്കിയത് ആദ്യമേ നമ്മൾ അമിതാഭ് ബച്ചനെ ഇത്രയും പൊക്കവും ആ മീശയും താടിയും അതായത് ഒരു ഒന്നാം തരം. ഞാൻ സത്യം പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ്റെ പടങ്ങൾ വളരെ കുറവാണ് കണ്ടിട്ടുള്ള. ഇത്രയും പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പടങ്ങളുണ്ട് അമിതാഭ് ബച്ചൻ്റെ ഇതുപോലെ ഫാൻസ് ആവാൻ പറ്റിയ പടങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അമിതാഭ് ബച്ചൻ്റെ പടങ്ങളൊന്നും കണ്ടിട്ടല്ല. ഞാൻ കുറച്ച് വളരെ റെയറായിട്ട് ഏറ്റവും ലാസ്റ്റ് എനിക്ക് തോന്നുന്ന കുറച്ച് പടങ്ങൾ പിങ്ക് അങ്ങനത്തെ പടങ്ങളൊക്കെ ഉണ്ട്. കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരും അമിതാഭ് ബച്ചനെ കണ്ടിരിക്കുന്നത് ഒരു പുള്ളിയുടെ ഒരു ലൈക്ക് ഒരു ഹൈ കഴിഞ്ഞിട്ട് ഒരു ഡൗൺഫോൾ കഴിഞ്ഞിട്ടുള്ള ഫേസിലാണ്. അച്ഛൻ വേഷങ്ങളും അങ്ങനെയുള്ള വേഷങ്ങളൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് മറ്റേ ചക്രവർത്തിയാണ് പുള്ളി, അതിനകത്ത് വേറൊരു ഇല്ല. പിന്നെ ഇതിനകത്ത് ഒരു 2-3 കാര്യങ്ങൾ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഒന്ന് ഈ നമ്മൾ എഡിറ്റിങ് വിഷ്വൽ എല്ലാം പറഞ്ഞു, ആർട്ട്, മേക്കപ്പ്, ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂംസ്, ഇത് 3 ഈ പറഞ്ഞ ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും. കാരണം ഈ മഹാഭാരതം പോലൊരു സാധനമായിട്ട് ഇതിനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത് ഇത്തിരി പാടാണ്. അത് വൃത്തിയായിട്ട് അവർ അത് എഴുതിയിട്ടുണ്ട്. എല്ലാരും ഇപ്പം മറ്റേ VFX CG അങ്ങനെ അടിപൊളി VFX CG നമ്മൾ വെളിയിൽ കണ്ടിട്ടുള്ള ഈ MCU യൂണിവേഴ്സിലുള്ള അത്ര VFXും. കാരണം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വെപ്പൺസ്, അതുപോലത്തെ എലമെന്റ്സ്, എക്സ്പ്ലോഷൻസ്, സത്യം പറഞ്ഞാൽ അത്രയും VFX ഇല്ലെങ്കിലും അവരുടെ മാക്സിമം റിസോഴ്സസ് നമ്മുടെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് മാക്സിമം ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കൽക്കി എന്ന സിനിമ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് തന്നെയാണ് കൽക്കി എന്ന സിനിമ. എല്ലാം കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു തിയേറ്റർ വാച്ച് തന്നെയാണ്. തിയേറ്ററിൽ പോയി കണ്ട് തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. ഇതിനോടകം സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണുക.